മഴയൊക്കെ ഉള്ള സമയത്ത് അതും വൈകുന്നേരം ചായയുടെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒന്ന് കുറിക്കാൻ തോന്നുന്നത് സ്വാഭാവികമാണ്. എന്നാ പിന്നെ ഇന്ന് നമുക്കൊരു പക്കാവട ഉണ്ടാക്കിയാലോ? നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ വായിലിട്ട് കഴിഞ്ഞാൽ നല്ല കറുമുറ കടിച്ചു കുറിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് ആണിത്. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, വേഗം വീഡിയോയിലേക്ക് പോവാം. പക്കാവട ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് കടലമാവാണ് എടുത്തേക്കുന്നത്. 250 ml കപ്പ് അളവിലാണ് എടുത്തേക്കുന്നത്. ഇനി അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് അരിപ്പൊടിയും കൂടി എടുക്കണം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്തരിപ്പൊടി വേണം ഇതിലേക്ക് എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. കാശ്മീരി മുളക് പൊടി ആകുമ്പോഴാണ് നമുക്ക് ഇതിന് കുറച്ചുകൂടെ കളർ കിട്ടുന്നത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ആയാലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് കായം കൂടെ ടേസ്റ്റിന് വേണ്ടിയാണ് നമ്മൾ ഇത് ചേർക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിന്റെ പൊടിയും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ഇത്രയും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത ശേഷം കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ കൊടുക്കുന്ന പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ 2-3 അല്ലി വെളുത്തുള്ളി നമ്മൾ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് അരഞ്ഞു കിട്ടാൻ പാടായിരിക്കും, 2-3 അല്ലി വെളുത്തുള്ളി അല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊന്ന് അരിച്ചെടുത്തിട്ട് ആ വെള്ളത്തിൽ ഈ മാവ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇപ്പം നമ്മളൊന്ന് ചതച്ചൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സേവനാഴിയിലൂടെ ഈ പക്കാവട ഉണ്ടാക്കുന്ന സമയത്ത് അത് ഇടയ്ക്ക് സ്റ്റക്കായിട്ട് നമ്മുടെ പക്കാവട നന്നായിട്ട് വരത്തില്ല. അതുകൊണ്ടാണ് ഒന്നെങ്കിൽ ഒന്ന് വെളുത്തുള്ളിയുടെ പേസ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ ആ വെള്ളം ചേർത്തോ കുഴയ്ക്കാൻ പറയുന്നത്. ഇനി വെള്ളം ഒഴിക്കുന്ന സമയത്ത് സാധാ പച്ച വെള്ളത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്, അല്ലാതെ ചൂടുവെള്ളം ഒന്നും ഒഴിച്ച് കുഴിക്കേണ്ട കാര്യമില്ല. ഇത് നന്നായിട്ട് കുഴച്ച ശേഷം കുറച്ച് എണ്ണയും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി ബോൾ പോലെ ആക്കി കൊടുക്കണം. എന്നിട്ട് ഇത് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് ഇതുപോലെ കുഴിഞ്ഞു പോകണം. ഇതാണ് ഇതിന്റെ പാകം എന്ന് പറയുന്നത്. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, ഇനി ഉടനെ തന്നെ നമുക്ക് പക്കവട ഉണ്ടാക്കാം. അതിനുവേണ്ടി ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു അച്ചിൽ വേണം നമ്മൾ പക്കവട ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി സേവനാഴിയിലേക്ക് ഈ എണ്ണ ഇതുപോലെ തേച്ച് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ പക്കവട ഉണ്ടാക്കുന്ന സമയത്ത് സ്മൂത്ത് ആയിട്ടും അതിൽ നിന്നും വിട്ടുപോരത്തുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ കുഴച്ചു വെച്ചിരിക്കുന്ന മാവ് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നമുക്കൊന്ന് മൂടി വെച്ച ശേഷം ഇതൊന്ന് നമുക്ക് പതുക്കെ ഒന്ന് ചുറ്റിച്ച് നോക്കണം. നമ്മൾ ഉണ്ടാക്കിയത് ശരിയായിട്ട് വരുന്നുണ്ടോ എന്ന് അറിയണല്ലോ. ഇപ്പം ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇത് പതുക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഒരുപാട് അങ്ങ് ചുറ്റിച്ച് ഇത് മൊത്തത്തിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് കൊടുത്ത് പല ബാച്ചായിട്ട് നമ്മൾ ഇത് വറുത്തെടുത്താൽ മതി. എണ്ണ നല്ല ചൂടായി കഴിഞ്ഞാൽ മാത്രമേ ഇതിലേക്ക് മാവ് നമ്മൾ ചുറ്റിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതിന്റെ ഒരു സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇത് തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതിന് മുമ്പ് തന്നെ സ്പൂൺ ഉപയോഗിച്ച് ഇത് ഇളക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ അങ്ങ് പൊടിഞ്ഞു പോകും. ഇപ്പൊ ഇതിന്റെ ഒരു സൈഡ് ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി പതുക്കെ നമുക്കിതൊന്ന് തിരിച്ചു കൊടുക്കാം. ഒരു ഫോർക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചോ പതുക്കെ ഇതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ സൈഡും കൂടെ നമുക്ക് ഫ്രൈ ആവുന്നിടം വരെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ പക്കാവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇത് പതുക്കെ ഇങ്ങനെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ ഇളക്കി നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒട്ടും സമയം കളയരുത്, പെട്ടെന്ന് തന്നെ നമ്മൾ കോരി മാറ്റിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ആ എണ്ണ കിടക്കും തോറും അതൊന്നും കൂടെ അങ്ങോട്ട് മൂത്ത് അതിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും. ഇതൊരു ലൈറ്റ് കളർ ആവുന്ന സമയത്ത് തന്നെ നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. നമ്മളിത് മാറ്റി വെക്കുന്ന സമയത്ത് ഇതിലേക്ക് നല്ല കളർ വരുന്നതാണ്. അതല്ല നമ്മൾ കളർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല മൂത്ത ഒരു ബ്രൗൺ നിറത്തിലേക്ക് പോകും. അതുകൊണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ നിറാവുമ്പോൾ നമുക്കിത് എടുക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, സ്പൂൺ ഉപയോഗിച്ച് നമ്മൾ ഇളക്കുന്ന സമയത്ത് നമുക്ക് ഇതിന് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഫ്രൈ ആയിട്ടുണ്ടെന്ന്. അപ്പൊ തന്നെ ഇത് കോരി മാറ്റിക്കണം. ഇപ്പൊ നമ്മുടെ പക്കാവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പക്കാവട എല്ലാം ഉണ്ടാക്കിയ ശേഷം നമ്മൾ ആ എണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കറിവേപ്പില എല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിത് കോരി എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പക്കാവടയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ പക്കാവട കഴിക്കുന്ന സമയത്ത് ഈ കറിവേപ്പിലയും കൂടെ കഴിക്കാൻ കിട്ടുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ ഇത് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ചായക്കൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും സ്നാക്സ് കഴിക്കാൻ തോന്നുവാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.